ഓൾറെഡി ഇന്ന് വൈകിട്ട് മാർക്കറ്റ് ന്യൂസ് ഉണ്ടായതുകൊണ്ട് തന്നെ 6 മണിക്ക് ന്യൂസ് ഉണ്ടായതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു വോളിയം ഇല്ലാതെ തന്നെ നിൽക്കുകയാണ്. മാർക്കറ്റ് ഒരു മൊമെൻറ്റും ഇല്ല. രാവിലെ മുതൽ മാർക്കറ്റ് ഒരു 200-300 പോയിൻറ്റിനകത്ത് മാത്രം മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എക്സാക്റ്റ് എന്ത് ചെയ്യും, ആ ന്യൂസ് ടൈമിൽ മാർക്കറ്റ് ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ന്യൂസിൻ്റെ എഫക്റ്റ് കൃത്യമായി കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ട്രേഡ്സൊക്കെ ചെയ്യുന്നവർ ആ ഒരു ടൈമിൽ, ആ ന്യൂസ് ടൈമിൽ തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോളജി മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും നോക്കാം ക്രിപ്റ്റോളജി മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ഇന്ന് മാർക്കറ്റിന് മൂവ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ. ഓൾറെഡി ഇന്ന് വൈകിട്ട് മാർക്കറ്റ് ന്യൂസ് ഉണ്ടായതുകൊണ്ട് തന്നെ 6 മണിക്ക് ന്യൂസ് ഉണ്ടായതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു വോളിയം ഇല്ലാതെ തന്നെ നിൽക്കുകയാണ്. മാർക്കറ്റ് ഒരു മൊമെൻറ്റും ഇല്ല. രാവിലെ മുതൽ മാർക്കറ്റ് ഒരു 200-300 പോയിൻറ്റിനകത്ത് മാത്രം മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എക്സാക്റ്റ് എന്ത് ചെയ്യും, ആ ന്യൂസ് ടൈമിൽ മാർക്കറ്റ് ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ന്യൂസിൻ്റെ എഫക്റ്റ് കൃത്യമായി കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ട്രേഡ്സൊക്കെ ചെയ്യുന്നവർ ആ ഒരു ടൈമിൽ, ആ ന്യൂസ് ടൈമിൽ തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ മാർക്കറ്റ് അഗ്രസീവ് മൂവ്മെൻറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഓൾറെഡി ഇന്ന് എന്തായാലും ഒരു ട്രേഡ്സിലാണ്. നമ്മളൊരു ചെറിയ ട്രേഡ്സ്, സ്കാൽപ്പിംഗ് എൻട്രി ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിൽ അത് ഹോൾഡിംഗ് ആണ് ആ ഒരു ട്രേഡ്സ്. നമ്മൾ രാവിലെ എടുത്താണ് ജസ്റ്റ് അത് ചെറിയൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പോയിന്റ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ ചെറിയൊരു ലോസ് എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞ് നിൽക്കുകയാണ്. ശരി, നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് ഒന്ന് പോകാം. എന്താ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഓൾറെഡി നോക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് 1 അവറിൻ്റെയും 4 അവറിൻ്റെ ഒരു ഡിമാൻഡിൽ നിന്നുള്ള ചെറിയൊരു പുഷ് തന്നുകൊണ്ട് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എക്സാക്റ്റ് മാർക്കറ്റ് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു 3000-4000 പോയിൻറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു 4000 പോയിൻറ്റിനകത്ത് തന്നെ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകും, താഴത്തേക്ക് പോകും. ഇങ്ങനെ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഓൾറെഡി നിൽക്കുന്നത്. പക്ഷേ നമുക്ക് എക്സാക്റ്റ് വലിയ ട്രേഡ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്യണം. ബൈയിങ് സൈഡിലേക്കാണെങ്കിൽ ബൈയിങ് സൈഡിലേക്ക്, സെൽ സൈഡിലേക്കാണെങ്കിൽ സെൽ സൈഡിലേക്ക് നമ്മളൊന്ന് റേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാക്റ്റ് നല്ലൊരു ട്രേഡ്സ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് ചെറിയ സ്കാൽപ്പിംഗ് ട്രേഡൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് സ്കാൽപ്പിംഗ് ട്രേഡൊക്കെ എടുത്ത് നമ്മൾ ചെറിയ പ്രോഫിറ്റ് എടുത്ത് നമുക്കൊരു വലിയ റാലി കിട്ടിയിട്ട് കുറേ നാളായി. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്നെടുത്തൊരു ട്രേഡ്സും ഇതുപോലെ തന്നെ നമ്മൾ ലിക്വിഡിറ്റി കൺസെപ്റ്റിനെയൊക്കെ ബേസ് ചെയ്ത് ഇമ്പൾസീവ് കറക്റ്റീവൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു സ്കാൽപ്പിംഗ് എൻട്രീസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് ഈ ഒരു മാസം വലിയ ട്രേഡ്സൊന്നും ഓൾറെഡി കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഇന്ന് 14-15 തീയതി ആകുന്നു. അപ്പോൾ ഇതുവരെ നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു നമുക്കൊരു 5-6 ഇല്ല, ഏകദേശം ഒരു 4-5 ട്രേഡ്സ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിൽ മെജോറിറ്റി എനിക്ക് തോന്നുന്നു ഈ റേഞ്ചിലായതുകൊണ്ട് തന്നെ 3 എൻട്രീസിനടുത്ത് എന്തോ ലോസിലാണ്. നമുക്ക് SL-ലാണ് നമ്മുടെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള ചെറിയ എൻട്രീസാണ് നമുക്ക് ഓൾറെഡി പ്രോഫിറ്റിൽ നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ജൂലൈയിൽ ആദ്യ പകുതി എന്തായാലും നമ്മൾ ലോസിലാണ്. രണ്ടാമത്തെ പകുതിയിൽ അത് കവർ ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റ് ഈ റേഞ്ച് നിൽക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് എക്സാക്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ചെറിയ സ്കാൽപ്പിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏകദേശം നമ്മളൊരു 700-800 പോയിൻറ്റ്സുകൾ മാത്രമേ ക്യാച്ച് ചെയ്യുന്നുള്ളൂ. നോർമൽ ഗതിയിൽ നമ്മൾ 1000, 2000, 2500 പോയിൻറ്റുകളിൽ ക്യാച്ച് ചെയ്തുകൊണ്ട സ്ഥാനത്ത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു 700-800 പോയിൻറ്റ് മാത്രം. BTCയിൽ ഒരു 700-800 പോയിൻറ്റ് മാത്രമാണ് നമ്മൾ ഓൾറെഡി എടുക്കുന്നത്. അതുകൊണ്ട് സ്റ്റിൽ നമ്മൾ ഇപ്പോഴായാലും ഇന്നത്തെ ഒരു കണ്ടീഷനിലായാലും നമ്മൾ ചെറിയ ട്രേഡ്സാണ് ഓൾറെഡി എടുത്തിട്ടുള്ളത്. മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാതെ, ഇപ്പം നിലവിൽ ഈ ഒരു ലിക്വിഡിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു 61,300 അല്ലെങ്കിൽ 61,000 മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാക്റ്റ് ഒരു ഡയറക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. മുകളിലേക്കാണെങ്കിൽ തന്നെ മാർക്കറ്റ് 65,000, ഏകദേശം ഒരു 65,000 ബ്രേക്ക് ചെയ്താലും നമുക്കൊരു ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നതുകൊണ്ട് സ്റ്റിൽ നമുക്ക് വലിയ ട്രേഡ്സ് ഒന്നും ഇല്ല. ഇന്നൊക്കെ ആയാലും നമ്മൾ ചെറിയൊരു ട്രേഡ്സ്, നിങ്ങൾ കാണുന്ന ഈ ഒരു ചെറിയ ട്രേഡ്സ് മാത്രം. ഇതിപ്പോൾ രാവിലെ മുതലേ മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ എടുത്ത ട്രേഡ്സാണ് ഓൾറെഡി ഇത്. അപ്പോൾ ഇതിങ്ങനെ കൺസോൾട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് 6 മണിക്ക് എക്സാക്റ്റ് ന്യൂസ് ടൈമിൽ മാർക്കറ്റ് ഒരു ഡയറക്ഷനിലേക്ക് എന്തായാലും മൂവ് ചെയ്യും എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്രോപ്പറായിട്ട് SL സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഇതിൽ വേറെ റിസ്ക് ഒന്നും എടുക്കുന്നില്ല. SL ന്യൂസ് ടൈമിൽ SL വരുന്നെങ്കിൽ SL അക്സെപ്റ്റ് ചെയ്യാം എന്ന രീതിയിൽ SL സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്യുമെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ടാർജറ്റ് ഇവിടെ നിന്ന് മാറ്റും. ന്യൂസ് ടൈമിൽ ഈ ടാർജറ്റ് ഇവിടെ ഇപ്പോൾ നിലവിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ടാർജറ്റ് ഇവിടെ നിന്ന് മാറ്റി ആ ഒരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യാം എന്നാണ് ഇപ്പോൾ നിലവിൽ വിചാരിക്കുന്നത്. സ്റ്റിൽ ഇപ്പം നമുക്ക് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മാർക്കറ്റിനൊരു എൻട്രീസ് എന്ന് പറയാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ഷനിലേക്കുള്ള മൂവോ നമുക്ക് പറയാനായിട്ടില്ല. അപ്പോൾ സ്റ്റിൽ നമ്മളെന്തായാലും വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ട്രേഡ് സെറ്റപ്പിൽ ഏറ്റവും കൂടുതൽ വേണ്ട പേഷ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് പേഷ്യൻസോടെ വെയിറ്റ് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾ നോക്കി കാണാൻ സാധിക്കും മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പുഷ് ചെയ്തു, തിരിച്ച് താഴത്തേക്ക് പുഷ് ചെയ്യുന്നു. രാവിലെ മുതലേ ഈ ഒരു രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മാർക്കറ്റ് 6 മണിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിയതിന് ശേഷം
SL നമ്മൾ വെച്ചുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്താൽ നമ്മൾ SL അക്സെപ്റ്റ് ചെയ്യും. അതിൽ താഴത്തേക്കാണെങ്കിൽ മാക്സിമം ട്രയൽ ചെയ്ത് പിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ 61,000 ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് താഴത്തേക്ക് വിലക്കം വന്നു കഴിഞ്ഞാൽ ഈ ലിക്വിഡിറ്റി ടേക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സ്റ്റിൽ നമ്മൾ ഈ ടൈമിൽ ടാർഗറ്റ് മാത്രം ഒന്ന് എടുത്ത് മാറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം 6 മണിക്ക് മാർക്കറ്റ് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അതിനുശേഷം നമുക്ക് നല്ലൊരു എൻട്രി കിട്ടിയെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ പ്രീമിയം ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിലുണ്ടെങ്കിൽ നമ്മുടെ എൻട്രീസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു ദിവസം നല്ലൊരു എൻട്രി സെറ്റപ്പായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.